കേഫാലക് ഇന്നത്തെ ചർച്ചാ വിഷയം ലോകത്തിനെ തന്നെ ഞെട്ടിപ്പിച്ച എപ്സ്റ്റീൻ ഫയൽ. മനുഷ്യരൂപം പൂണ്ട ഒരു യഥാർത്ഥ രാക്ഷസൻ ലോകത്തിലെ അതിസമ്പന്നരും കരുത്തവരുടെയും നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച എപ്സ്റ്റീൻ ഫയൽ. എനിക്ക് ആമുഖമായിട്ടൊരു സംശയമുണ്ട്, അത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹം തനിയെയാണോ? ഒരിക്കലുമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു രാജ്യത്തിൽ സ്വന്തമായിട്ടൊരു ഐലൻഡും ആ ഐലൻഡിനുള്ളിൽ ഒരു വീടെന്ന് ഒരിക്കലും പറഞ്ഞു കൊള്ളാൻ പറ്റിയില്ല. അതിനൊരു കൊട്ടാരം എന്ന് പറയണം. ആ കൊട്ടാരത്തിനുള്ളിൽ കൊച്ചു പെൺകുഞ്ഞുങ്ങളെ താമസിപ്പിച്ചുകൊണ്ട് പുറം ലോകം കാണിക്കാതെ CC ക്യാമറയും ഹിഡൻ ക്യാമറകളാൽ ചുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ആ വീടിനുള്ളിൽ താമസിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് വേറെ പല രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രധാന മന്ത്രിമാരെയും അവിടെയുള്ള പൊളിറ്റീഷ്യൻസിനെയും അവിടെയുള്ള സിനിമാ മേഖലയിലുള്ള വലിയ വലിയ സമ്പന്നരെയും കൂടി ഈ വീട്ടിനുള്ളിൽ വിളിച്ചു വരുത്തി വലിയ പാർട്ടി നടത്തുന്നു. പാർട്ടി നടത്തുന്നത് മാത്രമല്ല അവിടെ നടക്കുന്നത്, അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാം, ലോകത്തിലെ എന്തുമാത്രം വൃത്തികേടുണ്ടോ അതെല്ലാം മനുഷ്യർക്ക് വേണമല്ലോ, എല്ലാം വൃത്തികേടും. അപ്പോൾ ആ വൃത്തികേടായിട്ടുള്ള കൂട്ടത്തിലുള്ള ഈ പെണ്ണുങ്ങളെയും കൂടി കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഇവർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്തിനാണ്? സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി. എന്നിട്ട് അതൊക്കെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അതിൽ നമ്മളിപ്പോൾ ഫയൽ ഇറങ്ങുമ്പോൾ, ട്രെയിലറായിട്ട് നമ്മൾ ഫയൽ ഇറങ്ങുമ്പോൾ അതിൽ കാണാൻ സാധിക്കുന്നത് ഒട്ടുമിക്ക വീഡിയോകളിലും ഡൊണാൾഡ് ട്രംപ് ഇതിലുണ്ട്. കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങും പിന്നെ അതുപോലെ സിനിമാ മേഖല, ഹോളിവുഡ് സിനിമാ മേഖലയിലുള്ള വലിയ വലിയ ഉന്നതമായിട്ടുള്ള കുറേ നടന്മാരെയും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബിൽ ഗേറ്റ്സും വലിയ സമ്പന്നരായിട്ടുള്ള US-ലും പല രാജ്യങ്ങളിലുള്ള വലിയ പൈസക്കാരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവരുടെയൊക്കെ വീഡിയോ ആണ് ഇതിലെടുക്കുന്നത്. ഈ കൊച്ചു പെൺകുഞ്ഞുങ്ങളെ ഇവരെ വിട്ടുകൊടുത്തിട്ട് ഈ വീഡിയോ എടുക്കുവാണ്. എപ്സ്റ്റീൻ, അദ്ദേഹത്തിന്റെ പേര് ഒരു മനുഷ്യൻ നല്ല വിളിക്കേണ്ടത്, ഒരു രാക്ഷസൻ തന്നെയാണ്. എനിക്ക് വേറൊരു സംശയം ഇതിലുള്ളത്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ സംശയം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. എന്തുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ US ഗവൺമെന്റ് ഇത് പുറത്തു വിടുന്നു? ഇപ്പോൾ നിലവിൽ പല രാജ്യങ്ങളിലും ഉള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ? കാരണം ഇനിയും മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് ഒരിക്കലും ഒരിക്കലും കഴിയല്ല. ഇതിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഇതിൽ അനുഭവിച്ച പെൺകുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ വളർന്ന് അവർക്ക് ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ നേരിട്ടവരൊക്കെ ഇതിന് അഗൻസ്റ്റ് ഇപ്പോൾ പരാതിയായിട്ട് വരുമ്പോൾ ഈ കേസോ വിഷയങ്ങളോ കോടതിയോ ഒന്നും നിയമഭാഗമായിട്ടൊന്നും ഒരു കാര്യങ്ങളും അവിടെ US-ൽ തീർപ്പായി കഴിയുകയില്ല. ഈ ലോകത്ത് തീർപ്പാകത്തില്ല ഈ വിഷയം. കാരണം അദ്ദേഹം ഓൾറെഡി സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ 2019 ഇദ്ദേഹത്തിനെ 13 മാസത്തിന് ജയിലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ജയിലിൽ സൂയിസൈഡ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും സൂയിസൈഡ് അല്ല. ഇനിയും ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള പക്കലുള്ള ഈ വീഡിയോയും ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരും. അപ്പോൾ ഇനിയും പുറത്തു വരാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആരോ ഈ എപ്സ്റ്റീനെ കൊലപ്പെടുത്തിയതെന്നൊക്കെയാണ് പല പഠനങ്ങളും പറയുന്നത്. അതൊക്കെ എത്രമാത്രം ശരിയാണെന്നുള്ളത് US ഗവൺമെന്റ് സ്ഥിരീകരിക്കുന്നില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെ, അവിടുത്തെ പ്രസിഡന്റ് തന്നെ ഇതിൽ ഉൾപ്പെട്ടുള്ളതുകൊണ്ട് ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാകത്തില്ല. ആ ഒരു സംഭവം അന്ന് നേരിട്ടവരൊക്കെ അനുഭവിച്ച് തീർന്നു. അല്ലെങ്കിൽ ഈ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ആളെ തൂക്കുകയർ കൊടുത്ത് കൊലപ്പെടുത്തണമായിരുന്നു. അതും നടന്നില്ല. ഇതാരോ കൊലപ്പെടുത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ എന്തുമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലോ നമ്മുടെ സംസ്ഥാനത്തോ ആരും ഇതിൽ ഉൾപ്പെടുത്തരുത്, ഇതൊന്നും അനുഭവിച്ചിട്ടില്ലെന്നുള്ളത് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് നമുക്കുള്ളൊരു ആശ്വാസം, അല്ലേ? നമുക്കറിയാവുന്നവരൊന്നും ഇതിൽ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ഈ രാക്ഷസന്റെ കീഴിൽ നമുക്കറിയാത്തവരാരും പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനും അനുഭവിച്ചവരും ഇതിൽ മരണപ്പെട്ടവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല.